None of your bathrooms, നമുക്കൊരു ബാത്റൂമായിട്ടൊരു ഫീലല്ല, ഇറ്റ്സ് എ പ്ലേസ് ടു ബി റിലാക്സ്ഡ്. അങ്ങനെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് അതിനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും? ഇപ്പം ഞാൻ എപ്പോഴും നോക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു ഹോട്ടൽ റൂമിൽ കയറിയാൽ എനിക്ക് എന്തൊക്കെ വേണം, അത് വാട്ട് മേക്സ് മീ കംഫർട്ടബിൾ. അപ്പോൾ അത് ആ രീതിയിലാണ് നമ്മളൊരു റൂമോ അല്ലെങ്കിൽ ഒരു ബാത്റൂമോ എന്താ ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പം ഓരോ പ്രാക്ടിക്കലായിട്ട് വേണ്ട സാധനങ്ങൾ നമ്മളൊരു ഹോട്ടൽ റൂമിൽ ചെന്നാൽ എന്തൊക്കെയാണ്, അതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരിക്കലും ഡിസൈൻ ഔട്ടാകാത്ത ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്? I look into even the steadiness of the furnitures and everything, so that the client don't complain about anything. പണിത് അവിടെ കിടന്നോളും, അനങ്ങത്തില്ല. ഗസ്റ്റിന്റെ സേഫ്റ്റി ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് തിരിച്ചവർ വീണ്ടും വരണം ആ സ്പേസിലോട്ട്. അതല്ലേ, യു ഷുഡ് ബ്രിങ് ദം ബാക്ക്. എൻ്റെ അടുത്ത് 2-3 ക്ലയൻസ് പറഞ്ഞിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് കിണറ്റ് ചെയ്ത ഹോട്ടലാണെങ്കിൽ ഞങ്ങൾക്ക് ജസ്റ്റ് പെയിന്റ് അടിച്ചിട്ട് വീണ്ടും റീക്ലാസിഫിക്കേഷൻ ചെയ്യാം. അപ്പം നമ്മളൊരു ബ്രാൻഡ് കാണുമ്പം ആ ഗസ്റ്റിനും ഒരു ഇതുണ്ട്, ഒരു കോൺഫിഡൻസ് വിട്ര അല്ലെങ്കിൽ അപ്പം എന്ന് വെച്ചാൽ കോൺഫിഡൻസ് ഇൻ ദ സെൻസ് അങ്ങനെയല്ല, അവർക്ക് ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്യണം. അപ്പോൾ ഐ തിങ്ക് വിട്ര വിൽ ഡെലിവർ ദാറ്റ് പ്രീമിയംനെസ്. വെലോസിറ്റി, ആ വെലോസിറ്റിയുടെ വളർച്ചയ്ക്ക് പിന്നിലുള്ള കാരണങ്ങൾ എന്താണ്? ഈ ഡിസൈൻ വെലോസിറ്റി ഇത്ര മനോഹരമാക്കി തീർക്കുന്നതിന് പിന്നിൽ പ്രചോദനമായി തീർന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിനായി നമ്മളോടൊപ്പം ചേരുന്നു ഡിസൈനർ ജോസഫ് കെനത്ത് ഫെർണാണ്ടസ് ആൻഡ് ദി ഓണർ ഓഫ് വെലോസിറ്റി ജെറി ജോൺ കലാറ്റ്. താങ്ക് യു. ക്രാഫ്റ്റിംഗ് പ്രീമിയം സ്പേസസ്, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഇന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തിയ 2 സംഭവങ്ങളാണ്. ഒന്ന് ജെറി ജോൺ കലാറ്റ്, 2 അദ്ദേഹത്തിൻ്റെ തന്നെ വെലോസിറ്റി എന്ന സ്ഥാപനം. റൈറ്റ് കോമ്പിനേഷൻ എല്ലാ വിധത്തിലും, ആ പ്രീമിയംനെസ് ഇൻ എവ്രിതിങ്. അപ്പോൾ ജെറി ജോൺ കല്ലാട്ട് ഒരു ഹോട്ടലിയറാണ്, നിരവധി പ്രസ്ഥാനങ്ങളുടെ ഉടമയാണ്, ട്രെൻഡ് സെറ്റർ, ഒരു ചേഞ്ച് ടോട്ടലി കൊണ്ടുവന്ന ആൾ എന്ന് നമുക്ക് എപ്പോഴും പറയാവുന്ന വ്യക്തിയാണ് ജെറി ജോൺ കല്ലാട്ട്. താങ്ക് യു. കെന്നത്ത് ചെയ്തിട്ടുള്ള കുറേ സൈറ്റുകളിൽ എനിക്ക് വിസിറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലൊക്കെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള 1-2 കാര്യങ്ങൾ. ഒന്ന്, മറ്റുള്ളവർ കൊടുക്കുന്ന പോലെ ഒരു 3D ഡ്രോയിങ് ഒരിക്കലും ഞാൻ കൊടുത്ത് കണ്ടിട്ടില്ല. കാരണം സൈറ്റിൽ വന്ന് റെഗുലറായി വിസിറ്റ് ചെയ്ത് ആ സൈറ്റിന് വേണ്ടുന്ന ചേഞ്ചസ് വരുന്നത് കാണുന്നു. 2, ഒരു ബാത്റൂം സ്പേസ്. ഞാൻ കൂടുതലും ചിലപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള വ്യക്തി ആയതുകൊണ്ടായിരിക്കാം ഞാൻ എപ്പോഴും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ബാത്റൂംസാണ്. ഈ ബാത്റൂംസ്, നൺ ഓഫ് യുവർ ബാത്റൂംസ്, നമുക്കൊരു ബാത്റൂമായിട്ടൊരു ഫീലല്ല, ഇറ്റ്സ് എ പ്ലേസ് ടു ബി റിലാക്സ്ഡ്. അങ്ങനെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് അതിനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നത്? It just comes automatically for me. I think Kenneth designs really well bathrooms. I've always noticed. Bathrooms എപ്പോഴും ഭയങ്കര ഒരു ലുക്ക് ആൻഡ് ഫീൽ ആയിരിക്കും. ആൻഡ് ഓൾസോ വെരി നമുക്ക് കറക്റ്റായിട്ട് ബെറ്റർ പ്ലാനിങ്, ബെറ്റർ സ്പേസിങ് എല്ലാം ഈവൻ ഐ നോട്ടീസ്. ടോണി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കെന്നത്തിന് അതിനകത്തൊരു every space he designs is good, but I think especially bathrooms are always nice. More passionate about washrooms. Maybe yes. I don't know what is behind that. ഞാൻ ഇതിനു മുൻപേ പലപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുണ്ട്, മോസ്റ്റ് ഓഫ് യുവർ പ്രൊജക്ട്സ്, കൂടുതൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ കളറായിട്ടുള്ള പ്രോഡക്ട്സ് കണ്ടിട്ടുണ്ട്. ഇതിലൊക്കെ ഞാൻ ശ്രദ്ധിച്ച ഒരു കോമൺ നെയിം, വിട്ര എന്നൊരു ബ്രാൻഡ് നെയിം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കൂടുതൽ പ്രൊജക്റ്റുകളിൽ വിട്ര എന്ന് പറയുന്ന ബ്രാൻഡ് ഉപയോഗിക്കാനുള്ള ഒരു റീസൺ ഒന്ന് പറയാം? One is they had more color options, and the finishes were seamless, and they had a consistency on the shape and finish as well. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ ജെറിയുടെ പല ഹോട്ടൽസ് ഇതുപോലെ തന്നെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ എത്തിച്ചേരാൻ അല്ലെങ്കിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ആണ് പലപ്പോഴും ഈവൻ നോട്ട് ഓൺലി ഈ വെലോസിറ്റി പ്രോപ്പർട്ടി, മറ്റ് പല പ്രോപ്പർട്ടികളിലാണെങ്കിൽ ഇത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു റൈറ്റ് കോംബോ, 2 പേരും തമ്മിലുള്ള ഒരു കോംബോ, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഓരോ പ്രൊജക്റ്റിലും ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇറ്റ്സ് എൻ എക്സ്റ്റെൻഡഡ് ഹോം കൈൻഡ് ഓഫ് ഫീൽ? ഇപ്പം ഞാൻ എപ്പോഴും നോക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു ഹോട്ടൽ റൂമിൽ കയറിയാൽ എനിക്ക് എന്തൊക്കെ വേണം, അത് വാട്ട് മേക്സ് മീ കംഫർട്ടബിൾ. അപ്പോൾ അത് ആ രീതിയിലാണ് നമ്മളൊരു റൂമോ അല്ലെങ്കിൽ ഒരു ബാത്റൂമോ എന്താ ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് പേഴ്സണലി
ഒരു സ്പേസ് നമ്മളിപ്പോൾ ഒരു റൂം എനിക്ക് ഐ എം വെരി പിക്കി ആൻഡ് ചൂസി അബൌട്ട് ഇപ്പോൾ ഒരു ഹോട്ടൽ റൂമിൽ ചെന്നാൽ അവിടുത്തെ ഒരു ലൈറ്റ് ശരിയല്ലെങ്കിൽ പോലും എനിക്കത് നമുക്കത് അത്ര ഒരു ഐ ഫീൽ That we can make up from your hair also. അപ്പം അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ എപ്പോഴും ഒരു റൂം ഡിസൈൻ ചെയ്യുമ്പോഴും ഐ വിൽ ഡെഫിനറ്റ്ലി ലുക്ക് ഇൻ ടു എവറി ലിറ്റിൽ ഡീറ്റെയിൽ. ഞങ്ങൾ അത്രയും അപ്പം അത് കെനത്തും ഞാനും അതുപോലെയാണ്. അങ്ങനെ ഇപ്പം ഓരോ പ്രാക്ടിക്കലായിട്ട് വേണ്ട സാധനങ്ങൾ നമ്മളൊരു ഹോട്ടൽ റൂമിൽ ചെന്നാൽ എന്തൊക്കെയാണ് അതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ കംഫർട്ടും വേണം അല്ലെ, പ്രാക്ടിക്കാലിറ്റിയും കംഫർട്ടും കൂടെ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. കാരണം പലപ്പോഴും നമ്മൾ കാണുന്നത് എസ്തെറ്റിക്കലി ഭയങ്കര അപ്പീലിംഗ്, പക്ഷെ പ്രാക്ടിക്കലി അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. ഇപ്പം ചില റൂംസിൽ ചെന്നാൽ ചിലപ്പോൾ ഒരു ഷാർപ്പ് എഡ്ജ് ആയിരിക്കും, അത് ഇറ്റ് ഇസ് ഡേഞ്ചറസ്. ഐ മീൻ ഇപ്പോൾ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ നമ്മളത് ഓർത്ത് വെച്ച് ആ എഡ്ജ് നമ്മൾ അവിടെ പോവാതെ കെയർഫുൾ ആയി. പക്ഷേ ഒരു വെൻ സംബഡി ഐ മീൻ ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ് വാക്കിംഗ് ടു എ റൂം, അയാൾക്ക് അതൊന്നും അറിയത്തില്ല. അപ്പം നമ്മൾ എപ്പോഴും അത് നോക്കണം. ഗസ്റ്റിന്റെ സേഫ്റ്റി ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഐ മീൻ അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് തിരിച്ചവർ വീണ്ടും വരണം ആ സ്പേസിലോട്ട്. അതല്ലേ, യു ഷുഡ് ബ്രിങ് ദം ബാക്ക് ടു ദ റൂം. അപ്പം നമ്മുടെയൊക്കെ ഇവിടെയുള്ള ഗസ്റ്റ് എല്ലാവരും അങ്ങനെ പലരും റെഗുലർ ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം നമ്മുടെ റൂം ഇപ്പൊ ഇവിടെയുള്ള റൂം പോലും സൈസ് വൈസ് ഐ തിങ്ക് ഇറ്റ്സ് എ ലിറ്റിൽ സ്മോൾ, ബട്ട് ഈവൻ ദെൻ പീപ്പിൾ ഫീൽ കംഫർട്ടബിൾ ആൻഡ് ദ എസ്തെറ്റിക് ഇസ് വെരി ഗുഡ്. അപ്പം കളേഴ്സും യൂസ് ചെയ്യുന്ന എല്ലാം പ്ലീസിങ് ആയിരിക്കണം. നമ്മൾ ഒട്ടും നമുക്ക് ഒരു റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ചില സ്റ്റാക്ക് കളേഴ്സും നമുക്കത് ബുദ്ധിമുട്ട്. ഞാൻ നോക്കുന്നത് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് എന്താണോ ആ സ്പേസ് തന്നെയാണ് ഞാൻ ഗസ്റ്റിനും കൊടുക്കാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് ഈസ് ഓൾവേസ് ഹെൽപ്പ് മീ. എനിക്കത് എന്നും ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വെലോസിറ്റി പോലും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എനിക്ക് പാട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാനൊരു പാർട്ടിക്ക് പോയാൽ എന്നെ എന്തൊക്കെയാണോ അട്രാക്ട് ചെയ്യുന്നത് ആ രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ ചെയ്യാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. ദ ലൈറ്റിംഗ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ എല്ലാ കാര്യങ്ങളും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് അല്ലെങ്കിൽ സെർവേഴ്സ് എവറിത്തിങ് ദാറ്റ് കംസ് എല്ലാം കൂടെ ഒത്തുചേരുമ്പോഴാണല്ലോ ഒരു സ്പേസ്. ഈ നോർത്ത് കേരളയിലൊക്കെയുള്ള JK ഹോട്ടൽസ് അല്ലെ, JK റെസിഡൻസി, അതിലൊക്കെ പലപ്പോഴും പല സെലിബ്രിറ്റീസും വന്നിട്ട് മാസങ്ങളോളം താമസിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഇത്തരം കാരണങ്ങളാവാം. അല്ല, നമ്മുടെ ഇപ്പം JK റെസിഡൻസി ചെറുവത്തൂർ എന്ന് പറയുന്ന ഹോട്ടലുണ്ടല്ലോ, അവിടുത്തെ റൂംസ് ആണെങ്കിലും ഇപ്പം ഓൾമോസ്റ്റ് 15 years ആകുമ്പോൾ ഈവൻ ദെൻ നൗ റൂംസ് അത്രയും ഐ ക്യാൻ വൗച്ച് ദാറ്റ് ആ ഏരിയയിൽ അത്രയും നല്ല റൂംസ് ഉണ്ടാവത്തില്ല. അപ്പം ഇപ്പം അവർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ട് ഇന്നും ഇപ്പം കെനത്ത് ചെയ്താണ് അത് അന്ന്, ഇന്നും അത് അതുപോലെ നല്ല നീറ്റായിട്ട് ഇൻടാക്ട് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ബ്രദേഴ്സ് ടേക്കിംഗ് കെയർ ഓഫ് ദാറ്റ് പാർട്ട്. ആ പുള്ളി ടെറി അതും വളരെ നന്നായി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ വി ആർ വെരി പെർട്ടിക്കുലർ അബൌട്ട് ദാറ്റ്. അതായത് നമ്മളൊരു ഹോട്ടൽ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അതിനെ ക്ലീൻ ആയിട്ടും എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 15 years ആയിട്ടുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ആ പ്രോപ്പർട്ടിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ കോൺസെപ്റ്റ് നോക്കിയാൽ ഇന്ന് ഇപ്പോഴും എന്നാ പറയുക, ആ ട്രെൻഡ് ഒരിക്കലും ഔട്ടായിട്ടില്ല. കാലത്തിന് മുന്നേ സഞ്ചരിക്കാൻ ഒക്കെ എന്നെ ഒത്തിരി താല്പര്യപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? ഐ തിങ്ക് ഈവൻ എൻ്റെ വീട് പോലും ഇപ്പോൾ 15 കൊല്ലമായി കെനത്താണ് ചെയ്ത്. ഇപ്പോഴും ഐ തിങ്ക് ഒന്നും മാറ്റേണ്ടി വന്നിട്ടില്ല. എവറിത്തിങ് ലുക്സ് ഇൻടാക്ട്, എവറിത്തിങ് ലുക്സ് ഫൈൻ. സോ ഐ തിങ്ക് കാലത്തിന് മുന്നേ തന്നെ സഞ്ചരിക്കുന്നു പറയേണ്ടി വരും. അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ എങ്ങനെയാണ് നമുക്ക് ഒരിക്കലും ഡിസൈൻ ഔട്ടാകാത്ത ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്? It just comes automatically for me, and what we make, I look into very കെനത്തിന്റെ finishes ഫൈനൽ ഡീറ്റെയിൽസ് അത് ഭയങ്കര ഒരു അതിനകത്ത് കെനത്തിന് ഒരു എന്തോ ഒരു ഗിഫ്റ്റഡ് ആണ്, ഈസ് ഗിഫ്റ്റഡ്. So I look into even the steadiness of the furnitures and everything, so that the client don't complain about anything. Is പണിത് അവിടെ കിടന്നോളും, അനങ്ങത്തില്ല. അതാണ് നമ്മളൊരു ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും ഈ ഹോട്ടലിയേഴ്സ് ദേ പ്രിഫർ ഡിസൈൻസ് ലൈക്ക് ദാറ്റ്. കാരണം പലപ്പോഴും ഈ ക്ലാസിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് അഗെയിൻ ദേ ഹാവ് ടു മോസ്റ്റ് ഓഫ് ദ കേസസ് അവർ റീഡു ചെയ്യേണ്ടി വരുന്നു. പക്ഷേ ഇത് പറഞ്ഞു കേട്ടിട്ടുള്ളത് കാര്യമായിട്ടൊരു ടച്ചപ്പ് ചെയ്യാതെ തന്നെ അല്ലെങ്കിൽ കാര്യമായ വേരിയേഷൻസ് വരുത്താതെ തന്നെ ആ പുതുമ നഷ്ടപ്പെടാതെ കിട്ടുന്നുണ്ടെന്ന് കേൾക്കുന്നു. എൻ്റെ അടുത്ത് 2-3 ക്ലയൻസ് പറഞ്ഞിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് കെനത്ത് ചെയ്ത ഹോട്ടലാണെങ്കിൽ ഞങ്ങൾക്ക് ജസ്റ്റ് പെയിന്റ് അടിച്ചിട്ട് വീണ്ടും റീക്ലാസിഫിക്കേഷൻ ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മൾ അല്പം ഫോർവേഡ് തിങ്കിങ് ആയതുകൊണ്ട് മാത്രം പറ്റുന്ന ഒരു കാര്യം. അതിനകത്ത് 2 കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ വെറുതെ പെയിന്റ് അടിച്ച് നീറ്റാക്കി കഴിഞ്ഞാലും പോരല്ലോ. ഇപ്പം ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദ ലാസ്റ്റിംഗ് ഡിസൈൻ. അപ്പോൾ ഇന്നും 15 കൊല്ലം കഴിയുമ്പോഴും നമുക്കത് കാണുമ്പോൾ മാറ്റാൻ തോന്നില്ല. പക്ഷേ ഹോട്ടൽസ് ചിലപ്പം ഒരു 15-20 years ആകുമ്പോൾ ദേ ഗോ ഫോർ റിനോവേഷൻ ബിക്കോസ് അത് ഔട്ട്ഡേറ്റഡ് ആവും. അപ്പോൾ ഇപ്പോഴും നമ്മൾ ചെയ്യുവാണെങ്കിൽ അതൊക്കെ തന്നെ ഇപ്പോഴും ചെയ്യുന്ന പോലെയാണ് അന്നത്തെ ഡിസൈൻ ഇപ്പോഴും കിടക്കുന്നത്. അതെന്ന് വെച്ചാൽ ഓവറായിട്ടുള്ള ബഹളങ്ങളില്ലാതെ
ഒരു ക്ലീൻ ലൈൻസും സിമ്പിൾ ആയതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് ഓൾവേസ് എ ലാസ്റ്റിംഗ് ഡിസൈൻ. ഇപ്പൊ നമ്മൾ ചിലവർക്ക് കഴിഞ്ഞാൽ ഭയങ്കര ബഹളവും മറ്റും, അപ്പൊ അതൊരു 5 കൊല്ലം 10 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് മടുക്കും, നമുക്കത് മാറ്റണം. അപ്പൊ ഇതതിന്റെ ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഇസ് എ ക്ലീൻ സിമ്പിൾ റൂം. ഇപ്പോഴും ഇറ്റ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ഈവൻ നൗ. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത്രയും ഫോർവേഡായി ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾ എല്ലാ പ്രൊജക്റ്റുകളും ഒരുമിച്ച് കൈകോർക്കുകയും ഒരേപോലെ കണ്ടിന്യൂ ചെയ്ത് പോകാനും പറ്റും. ഡെഫിനറ്റ്ലി യെസ്. ഇപ്പോൾ മറ്റ് ഏത് തരത്തിലുള്ള പ്രൊജക്റ്റുകളാണ് കറന്റ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്? കുറേ റെസിഡൻസ് നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വെലോസിറ്റിയുടെ തന്നെ ഒരു പ്രീമിയം ഔട്ട്ലെറ്റ് പനമ്പള്ളി നഗറിൽ വരുന്നുണ്ട്. ഓ, so Velocity is expanding its wings. Yeah, I mean we have to, right? Yeah, so ഞങ്ങളിപ്പം പനമ്പള്ളി നഗറിൽ ഒരു പ്രോപ്പർട്ടി എടുത്തിട്ടുണ്ട്. അതിന്റെ ഫുൾ പണി നടന്നുകൊണ്ടിരിക്കുക. സിവിൽ പാർട്ട് ഇസ് ഓൾമോസ്റ്റ് ഓവർ. ഇനിയിപ്പോൾ അതിന്റെ ഇന്റീരിയേഴ്സ് ഇപ്പോൾ കെനത്ത് തന്നെയാണ് ചെയ്യുന്നത്. സോ അപ്പം അവിടെയും ഞങ്ങൾ ഫുൾ യുനോ സാനിറ്ററിയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് 100% വിട്ടറാണ്. ടാപ്പ് ഫിക്സ്ചേഴ്സ്, സാനിറ്ററി, എവറിത്തിങ്. സോ യാ, ഐ തിങ്ക് ഞാനിപ്പം നമ്മളൊരു ബ്രാൻഡ് ചൂസ് ചെയ്യുമ്പം there are many elements. One is reliability, ആ ബ്രാൻഡിനെ, പിന്നെ acceptance of the brand. നമ്മളിപ്പോൾ ഒരു ഗസ്റ്റ് വരുമ്പോഴും ഒരു ഹോട്ടൽ റൂമിൽ ചെല്ലുമ്പോൾ നമ്മളൊരു ബ്രാൻഡ് കാണുമ്പോൾ ആ ഗസ്റ്റിനും ഒരു ഇതുണ്ട്, ഒരു കോൺഫിഡൻസ് ഗ്ലിറ്റർ അല്ലെങ്കിൽ അപ്പൊ എന്ന് വെച്ചാൽ കോൺഫിഡൻസ് ഇൻ ദ സെൻസ് അങ്ങനെയല്ല, അവർക്ക് ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്യണം. അപ്പൊ ഐ തിങ്ക് വിട്ര വിൽ ഡെലിവർ ദാറ്റ് പ്രീമിയംനെസ്. അതിന്റെ ലുക്ക് ആൻഡ് ഫീലും എല്ലാം വളരെ യുനോ, ഇപ്പൊ ഞാൻ പോലും ഇപ്പോൾ പേഴ്സണലി എൻ്റെ അടുത്തോട്ട് ഞാനിപ്പോൾ വിട്രയാണ് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഐ തിങ്ക് വിട്ര, അപ്പം ഒരു ബ്രാൻഡ് എന്ന രീതിയിൽ ഐ തിങ്ക് ദർ ഇസ് എ റിലയബിലിറ്റി, ഡിസൈൻ ഇസ് ക്ലീൻ, ആൻഡ് ദെൻ യാ. അപ്പം ഞാൻ പിന്നെ നോക്കുന്നത് ആഫ്റ്റർ സെയിൽ സർവീസ് ആണെങ്കിൽ ഇപ്പം ഹോണസ്റ്റ്ലി ഐ മീൻ ടോണി എന്ന വ്യക്തിയെ അതിനകത്ത് ഇപ്പം എനിക്ക് ഇതുവരെ ഇത്രയും ഐ തിങ്ക് ഇപ്പം ഞാനൊരു 5-6 കൊല്ലത്തിൽ മേളിലായി വിട്ര യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ മോർ ദൻ ദാറ്റ് ഇതുവരെ എനിക്കൊരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ചെറിയ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിലും വൺ കോൾ I think it is sorted. അത്രയ്ക്കും I have to say that. I mean, ഇത് ഞാൻ I'm not trying to push you or whatever. I mean, it is coming from my heart. So I think even for my future products, I will definitely choose Vitra. Thank you so much. Thank you. That will be a great. No. I mean, it is because of ആ ഒരു ബ്രാൻഡും ആ ബ്രാൻഡിനുള്ള നമുക്ക് അതിനോടുള്ള ഒരു വിശ്വാസമുണ്ട്. അതിനകത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും there is someone to take care. One call എല്ലാം നമുക്ക് ഇപ്പം നമ്മൾ വേറെ ബ്രാൻഡ് എടുത്ത് ആരെ വിളിക്കും? So when I buy Vitra, I know there is someone whom I can call, and there is sorted. So that is very very important for me. എനിക്ക് തോന്നുന്നു എപ്പോഴും നമുക്കൊരു ബ്രാൻഡിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പലപ്പോഴും നമുക്ക് ഫസ്റ്റ് ടൈം സെല്ലിംഗ് ഈസ് ഓൾവേസ് ഈസി അല്ലേ, പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക്. So I will come back to you, Tony, if you have noticed. This is my third project with you. If I have to come back, there is a reason. No, not third, more than that. Yeah. ഇപ്പൊ I think fourth project. Yes. അപ്പൊ അതിനെന്തെങ്കിലും റീസൺ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ തിരിച്ചു വരില്ലല്ലോ. ഇന്ന് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഇവിടെ വരികയും ഈ ഡിസൈൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു വളരെ കൃത്യമായി പറഞ്ഞു തരികയും ചെയ്ത കെന്നത്തിന് വളരെ നന്ദി. അതുപോലെ ഈ വെലോസിറ്റി എന്ന ഈ പ്രീമിയം ലൈഫ് സ്റ്റൈൽ സ്പേസിനെ നമുക്കൊന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനും അത് എങ്ങനെയാണ് അതിൻ്റെ ജനനം കൊണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ തോട്ട് പ്രോസസ്സ് ഉണ്ടായിരുന്നു, എങ്ങനെ ഈ രീതിയിലേക്ക് സക്സസ്ഫുള്ളായി, എനിക്ക് തോന്നുന്നു മറ്റ് പലരും അസൂയയോടെ നോക്കിക്കാണുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനൊക്കെ ഞങ്ങൾക്ക് അവസരം തന്നതിന് പ്രത്യേകമായി നന്ദി. ഇനിയും കൂടുതൽ ഇതുപോലുള്ള സംരംഭങ്ങളിൽ നിങ്ങളിൽ നിന്നും പിറവി കൊള്ളട്ടെ. അല്ല, അത് ഞാൻ പേഴ്സണലി എനിക്കും പാർട്ടി ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ഐ തിങ്ക് ഐ കെൻ ഫീൽ ദ പീപ്പിൾ. ഐ മീൻ ഒരു പാർട്ടി ചെയ്യുന്ന ഒരാൾക്ക് ഒരു ജനറലി എന്താണ് വേണ്ടതെന്നുള്ളത് നമുക്ക്, പിന്നെ നമ്മളെപ്പോഴും പല സ്ഥലങ്ങളും വി ഹാവ് ടു ട്രാവൽ ഓൾ ദ ടൈം. ഇതെന്ന് പറയുന്നത് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും യു ഹാവ് ടു ലേൺ ഓൾ ദ ടൈം. ഇറ്റ്സ് എൻ അൺഎൻഡിങ് ലേണിംഗ് ആണ്. എപ്പോഴും നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പോയി പല സ്ഥലങ്ങളും കണ്ടുകൊണ്ട് ഒരു പുതിയ ഹോട്ടലിൽ കയറുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി പല സാധനങ്ങളും സ്ട്രൈക്ക് ചെയ്യും. So I think bringing all the good things back into your space is ultimately what makes the best, I think. അപ്പോൾ ഇതുപോലെ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന, എപ്പോഴും കൂടുതൽ സമയം ഇരിക്കാൻ ആഗ്രഹിക്കുന്ന, സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ മനോഹരമായ സ്ഥലങ്ങൾ ഡിസൈൻ ചെയ്യാൻ കെന്നത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. അതുപോലെ നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് എന്നും ഓർമ്മയിൽ നിലനിൽക്കുന്ന മധുരമായ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു നല്ല സ്ഥലമായി വെലോസിറ്റി ഇനിയും മാറട്ടെ. കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ. കേരളത്തിൻ്റെ എല്ലാ മെയിൻ സ്ഥലങ്ങളിലും എത്തിപ്പെടുന്ന ഒരു സ്ഥലമായി വെലോസിറ്റി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you so much. Thank you so much for joining. It was a pleasure anyways. Thank you. Thank you.